ഹലോ, അസ്സലാമു അലൈക്കും. റിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ കിച്ചണാണ് ഈ കാണുന്നത്. ഞാൻ രാവിലെ എണീറ്റ് വന്ന് തീയൊക്കെ പിടിപ്പിച്ച്, ഞാൻ തീ പിടിപ്പിക്കാത്ത ഒരാളാണ്. ഇന്ന് എനിക്ക് ഗസ്റ്റുകളൊക്കെ വരാനുള്ളതുകൊണ്ട് ഞാനിന്ന് രണ്ടടുപ്പൊക്കെ കത്തിച്ചിക്കണ്. എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് നിന്നിക്കണ്. അപ്പോൾ ഓനെന്നൊരു സൽക്കരിക്കുകയാണ് ഞാൻ. അപ്പോൾ ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണി വെക്കണം, മന്തി വെക്കണം, ചിക്കൻ പൊരിക്കണം, ചിക്കൻ വരട്ടണം, എല്ലാ പണികളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ റിച്ചൂസിന് ക്ലാസ് ഉള്ള ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് മദ്രസൊന്നുമില്ല. അപ്പോൾ അവന് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള കൂട്ടാനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 ചിക്കൻ എടുത്താണ്ട് അവന് പൊരിച്ചെടുക്കുകയാണ്. ജസ്റ്റ് മസാലപ്പൊടികൾ തേച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണുള്ളൂ. അവന് സ്കൂൾക്ക് കൊണ്ടുപോകാനായതുകൊണ്ട്. അങ്ങനെ എൻ്റെ കുട്ടി എണീറ്റ് കുളിച്ച് യൂണിഫോമിൻ്റെ പാൻറ്റൊക്കെ ഇട്ട് സ്കൂൾക്ക് റെഡിയായി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമുക്കോന് ചായ കൊടുക്കുക. റിച്ചൂസ് സ്കൂളത്തെ ചോറ് വാങ്ങി കഴിക്കൂല. അപ്പോൾ ഓന് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകലാണ്. അപ്പോൾ അവൻ്റെ ടിഫിൻ ബോക്സിൽ നമ്മൾ ചോറാക്കി. അന്ന് ചിക്കൻ പൊരിച്ചതാണ് അവന് കൂട്ടാൻ. അതാക്കി അവൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി. നമുക്ക് ഓനെ ഒരിക്കൽ സ്കൂളിൽ വിടാം. കുറച്ച് ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് മസാലപ്പൊടികളും തക്കാളിയും ഒക്കെ ചേർത്ത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കുഴച്ച് ഒന്ന് തീ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് വരട്ടാനാണ്. ബീഫ് ബിരിയാണിയാണ്, എന്നാലും അതിലേക്കൊന്ന് കുറച്ച് ബീഫ് എടുത്തൊന്ന് വരട്ടാന്ന് വിചാരിച്ച് നമ്മളതങ്ങനെ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. സാദാ ചോറ് ഇങ്ങനെ ഞാൻ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാദാ ചോറ് വെച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്കും എൻ്റെ മോനൊന്നും ബിരിയാണി പറ്റൂല. ഓലൊക്കെ ഈ ചോറേ കഴിക്കുള്ളൂ. എൻ്റെ മോന് ഇറച്ചിയും ചിക്കനും ബീഫൊന്നും കഴിക്കലേന്. ഇപ്പോൾ ചിക്കനും ബീഫൊക്കെ കുറച്ച് കഴിക്കൽ തുടങ്ങി. ഓൻ സാദാ ചോറ്, പിന്നെ നമ്മൾ താളിപ്പ് കറികളിലെ ഇല, മത്തൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല, തക്കാളി അങ്ങനെയൊക്കെ താളിച്ച കറി, മീനൊക്കെയാണ് അവന് ഇഷ്ടം. ഇപ്പോൾ കുറച്ചൊക്കെ ഏതായാലും ചിക്കനും ബീഫൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. റിച്ചൂസിൻ്റെ യൂണിഫോം അയൺ ചെയ്യാനുണ്ട്. ഇന്ന് നേരത്തെ വണ്ടി വരുന്ന ദിവസമാണെന്ന്. സ്കൂളിൽ എക്സാമാണ്. ഓന് 4ാം ക്ലാസ്സിലാണ്. ഓന് ഇന്നാണ് എക്സാം തുടങ്ങുന്നത്, ഓണത്തിൻ്റെ എക്സാം. ഇന്ന് ഫസ്റ്റ് വിഷയം മലയാളമാണ്. ഓനെ സ്കൂളിൽ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് എനിക്ക് കിച്ചണിലെ വർക്കുകളൊക്കെ തുടങ്ങാൻ. എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ചിക്കനും ബീഫൊക്കെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് അവനൊന്ന് സ്കൂളിൽ വിടാം. അങ്ങനെ ഞാൻ കുറച്ച് ചിക്കനും പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെ പൊരിക്കാൻ മസാല കൂട്ടുന്നതെന്ന് നോക്കാം. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല കൂട്ടാൻ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്, കുറച്ച് കോൺഫ്ലവർ പൊടി. അധികമൊന്നും കോൺഫ്ലവർ വേണ്ട, കുറച്ച് ചിക്കൻ അനുസരിച്ച്, ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിലേക്ക് അനുസരിച്ച് കോൺഫ്ലവർ പൊടി. അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ച് കുറച്ച് ചിക്കൻ കളറും റെഡ് കളറും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചതച്ചതും അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി, ഒരു മുട്ട, പാകത്തിന് മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഇതിലേക്ക് ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് പൊരിക്കാം. ഇത് എന്താ കപ്സ കിറ്റാണ്. എൻ്റെ നാത്തൂന് ബീഫ് ബിരിയാണി പറ്റുള്ളൂ, ഒക്കെ ചിക്കനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്ക് കുറച്ച് മന്തി കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കപ്സൻ്റെ കിറ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമുക്കത് പൊട്ടിച്ചൊഴിച്ച് നല്ലോണം അരി കഴുകി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. എൻ്റെ റിച്ചോസ് സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ട് അവൻ്റെ വണ്ടി വരുന്ന ടൈമായി. വലൈക്കും സലാം. എൻ്റെ കുട്ടി സ്കൂൾക്ക് പോകുകയാണ്, പരീക്ഷയാണ്. നമ്മളങ്ങനെ ബിരിയാണി തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ്. അതിന് നമ്മൾ സവാള ഒരു 3-4 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ചപ്പ്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ നന്നായി ചതച്ചെടുത്തതാണ്. സവാള നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി വേവിക്കാം. നന്നായിട്ട് വാടി വരുന്ന സമയം നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അത് നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ട് വഴച്ചെടുക്കാം. ഇത് വഴന്ന് വരുന്ന സമയം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അധികം വിറകടുപ്പിൽ ഉണ്ടാക്കാത്ത ഒരാളാണ്. ഞാൻ ഫുള്ളും ഗ്യാസ് യൂസ് ചെയ്യുന്ന ആളാണ്. ഇന്നൊരു പൂതി വിറകടുപ്പിലൊന്നും ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ വിറകടുപ്പിൽ ഉണ്ടാക്കണം. അതിനത് വിറകടുപ്പിൽ നമ്മൾ മസാലക്കുള്ളതൊക്കെ വേവുന്നുണ്ട്, അരി തിളപ്പിക്കാനുള്ള വെള്ളം ഇവിടെ ആവുന്നുണ്ട്, നമ്മൾ ബീഫ് വരട്ടാൻ വെച്ചതും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നമ്മൾ പേസ്റ്റാക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് കൈവിടാതെ നന്നായി ഇളക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ചെമ്പിനടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് തവികളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നോൺ സ്റ്റിക്കിൽ അങ്ങനെ അടി പിടിക്കില്ല. അങ്ങനത്തെ പാത്രമൊക്കെ ആകുമ്പോൾ അടി പിടിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില അതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. നമ്മൾ മഞ്ഞൾ, മല്ലി, കുരുമുളകും പൊടി, ബിരിയാണി മസാല, ഗരം മസാല ഇതൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തു, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ബിരിയാണി മസാല ഒക്കെ പാക്ക് പൊടിയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് ബിരിയാണി മസാല, കുരുമുളക് ആവശ്യത്തിനിടാം, എരിവിനനുസരിച്ച് കുരുമുളക് ഇടാം. കുരുമുളക്, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എൻ്റെ ചട്ടി അടി പിടിക്കുന്നുണ്ട്, നല്ലോണം തീ കത്തണുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം. പുളിക്ക് ആവശ്യമായ തൈര് ഒഴിക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊന്നും കൂടി ഉപ്പിട്ട് ചേർത്ത് നന്നായി ഇളക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാം. ഞാൻ അതിലേക്ക് ബീഫ് ഇടാണ്. ഞാൻ ബീഫ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വെന്തിലാന്ന് വരും.
അങ്ങനെ ഞാൻ ഇതിലേക്ക് ബീഫ് ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം ആവശ്യമായ ഉപ്പും എരിവിനാവശ്യമായ കുരുമുളകും വേണ്ടവർക്ക് ചേർക്കാം. നല്ല എരിവുള്ളവർക്ക് ഇനിയും കുരുമുളക് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഒന്നും കൂടി ഉപ്പിടാം. ഇത് നന്നായിട്ട് വെന്തത് ഈ ബീഫ് ഈ വെള്ളത്തിലും ഈ മസാലക്കൂട്ടിലും കിടന്ന് നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് ഇടാം. നമുക്ക് അരി അങ്ങനെ നന്നായിട്ട് വേവിച്ച് ഇതിൻ്റെ മേലെ ഇട്ട് നമുക്ക് ദമ്മിടാം. ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചോർക്ക് ആവശ്യമായ ഉള്ളി വറുത്ത് കോരിയെടുക്കാം. ഇനി ഞാൻ സൺഫ്ലവറും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണിത് വറുത്ത് കോരിയെടുക്കുന്നത്. ഒരു 3 വലിയ സൈസ് ഉള്ളിയാണിത്. ഇത് ചോർക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയാണ്. നമുക്ക് നല്ലോണം വറുത്ത് കോരിയെടുക്കുക. അതിൻ്റെ ഒപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരാം. നമ്മൾ ഉള്ളി വറുത്ത് കോരാൻ വെച്ചിരുന്നു. അത് ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്നും കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടുന്ന് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മളിത് വറുത്ത് കോരിയെടുത്തു. ഇതിലേക്ക് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന സമയം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് ബ്രൗൺ കളറായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് കോരിയെടുക്കാം. നമുക്കിത് വറുത്ത് കോരി മാറ്റാം. നമ്മൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാല അങ്ങനെ റെഡിയായി നിൽക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരി ഊറ്റിയെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ അരി കഴുകിയിട്ട് നമുക്കിതിലിട്ട് ഊറ്റിയെടുക്കാം. ഈ വെള്ളം തിളക്കണയിൽ അവന് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചോർക്ക് ആവശ്യമായ ക്യാരറ്റ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ വെള്ളം തിളക്കാനായിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളക്കുമ്പോഴേക്കും അരി കഴുകിയെടുക്കാം. അങ്ങനെ അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തിളക്കണ വെള്ളത്തിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ച അരി ഇടാം. വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് അരി ഇട്ട് നല്ലോണം വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണമെന്നില്ല. കാരണം നമ്മൾ ബിരിയാണി ദമ്മിൽ കിടന്നിട്ട് വേവും. അതുകൊണ്ട് നമുക്കൊരു മീഡിയം വേവാകുമ്പോൾ ഊറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഇട്ട ഉടനെ ഒന്നിങ്ങനെ ഇളക്കി ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മളെ പാത്രത്തിന് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അരിയും വെള്ളം കൂടി ഒന്നിച്ച് തിളച്ച് വരുന്ന സമയം നമുക്ക് അരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ചോറ് അരി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മസാലേൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഇല വെച്ചിട്ടാണ് ഈ ഇലൻ്റെ മുകൾക്കാണ് ഞാൻ ഈ ചോറ് വെന്ത അരി ഊറ്റിയിടുന്നത്. അതിൽ ഞാൻ കുറച്ച് ബിരിയാണി മസാലൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്ക് നമുക്ക് ഈ വെന്ത ചോറ് എടുത്തിട്ടിടാം. ഞാൻ ഇങ്ങനെ ഇല വെക്കാൻ കാരണം നമ്മൾ അരി അതായത് വെന്ത ചോറ് ഈ മസാലയിൽ ഇറങ്ങിയിട്ട് മസാലയിൽ ആകെ ഇങ്ങനെ വറ്റ് പിടിച്ചൊരു ലെവലാവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇല വെക്കുന്നത്. ഇല വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള മസാലേൻ്റെ നീരൊക്കെ ആവിയിൽ വന്ന് നമ്മൾ ചോറിലൊക്കെ നല്ലോണം കൂടി പിടിച്ച് ചോറൊക്കെ നല്ല മസാല ആയിട്ട് വരും. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ജസ്റ്റ്. അങ്ങനെ ഞാനിൻ്റെ ചോറ് ഇങ്ങനെ വേവിച്ചെടുത്ത് ഇങ്ങനെ ഊറ്റി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറ് മസാലൻ്റെ മേലെ ദമ്മിട്ടിക്കണം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ആ നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ചോറ് കഴിക്കാൻ സമയം ഇളക്കിയെടുക്കുമല്ലോ, അപ്പോഴാണ് നമ്മൾ ഇടുക. ഇനി നമുക്കിതിൻ്റെ മേലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ കണൽ
ഇട്ടിട്ട് നല്ല ദമ്മാക്കി വെക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മാക്കി വെച്ചിട്ടുണ്ട്. താഴെ കുറഞ്ഞ കണലിൽ മുകളിലും കണലിട്ട് നമ്മൾ ദമ്മിലിട്ടു. ഇനി നമുക്ക് കഴിക്കാൻ സമയം തുറന്നു നോക്കി കഴിക്കാം. ഇനി നമുക്കുള്ള ഗസ്റ്റുകളെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വിരുന്നാരൊക്കെ ഇവിടെ വണ്ടിയിൽ വന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദിപ്പുണ്ട്, നാണിപ്പുണ്ട്. ആദ്യ കാർന്നിറങ്ങ്. ഹരോ ഹായ് പറഞ്ഞ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ പൊരിക്കുകയാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പിലിടാം. കറിവേപ്പില അങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് അങ്ങനെ ചിക്കൻ ഇട്ട് നന്നായി മുരിഞ്ഞ് കുറച്ച് സമയം ചിക്കൻ ഇട്ടതിന് ശേഷം ഇളക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ മസാലയ്ക്ക് എണ്ണയിൽ പിടിക്കും. നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കപ്സ കുക്കറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്സൻ്റെ ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നമുക്ക് വിളമ്പുമ്പോൾ ശരിക്കും കാണാൻ എങ്ങനെയാണെന്നുള്ളത്. ഇനി ഒരു ദിവസം ഞാൻ കപ്സ മാത്രം ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് ഫ്രൈ ആക്കാനായിരിക്കും. ഒരു വലിയ സവാള, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇടണം. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് എടുക്കാനും വിളമ്പാനൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഷോക്കേസിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കഴുകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ വന്ന് ഒക്കെ നിരത്തി വെക്കണുണ്ട്. ഓന് ചീച്ചിമാമു വേണമെന്ന് പറഞ്ഞിട്ട് ഓന് ബിരിയാണിക്കാണ് ചീച്ചിമാമു എന്ന് പറയാം. അവന് പ്ലേറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. നമുക്ക് ഈ പ്ലേറ്റൊക്കെ കഴുകി വരട്ടോ, വാഷ് ചെയ്തെടുക്കണ്ടേ. ഇങ്ങനെ അങ്ങനെ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചട്ടെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാണ്. ചൂടായി വരുന്ന സമയം നമുക്കൊരു സവാളയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് നല്ലോണം സോഫ്റ്റാക്കി എടുക്കാം. നല്ലോണം സോഫ്റ്റായി വന്ന സമയം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇടാം. അക്കൻ എൻ്റെ ആദ്യമോന് അക്കന് ചോദിക്കുന്നുണ്ട്. ഓൻ ചിക്കനാണിത് അക്കൻ എന്ന് പറയണത്. നമുക്ക് ഓനൊരു അക്കൻ പീസ് കൊടുക്കാം. ചിക്കൻ പീസിനാണ് ഓൻ അക്കൻ എന്ന് പറയണത്. ട്രൗസറും കുപ്പായൊന്നും എടുത്തിട്ടില്ല. ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇത് വഴന്ന് വന്ന് ഒരു ബ്രൗൺ കളറാവുന്ന സമയം നമുക്ക് വേവിച്ച് വെച്ചാൽ ബീഫ് ഇതിലിട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം. അതപ്പോൾ നമ്മൾ രണ്ടാം ട്രിപ്പ് ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇട്ട ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് പൊരിച്ചെടുത്തിട്ടുണ്ട്. പറയണില്ലാത്ത നമ്മുടെ കപ്സ റെഡിയായി. അതുപോലെ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് റൈസും മസാലയും മാറ്റി എടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നല്ല ഉണ്ടാക്കാൻ സബ്സ്ക്രൈബ് എത്താണ് അത് ചെയ്യേ സബ്സ്ക്രൈബ് ഒരാളൊക്കെ വേണോ ഓടെ നിട്ടോ. ഞങ്ങൾ ചോറ് ഇങ്ങനെ റൈസ് വേറെ റൈസ് വേറെ മസാല വേറെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയാണ്. തിന്നാനുള്ള കസ്റ്റമറും നമ്മളെ വിരുന്നാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടോടൊക്കെ ചോറ് വിളമ്പി കഴിക്കാം. പുഡിങ് കഴിഞ്ഞാൽ പാൽവായക്കുണ്ട് ഫ്രിഡ്ജിലുണ്ട്. ചൂടാക്കി അങ്ങനെ നമ്മൾ വറുത്ത് കോരി ചണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മേലിട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് നമുക്ക് ഇവിടെ എടുത്തൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ. ഇതാണ് നമ്മുടെ മസാല. നമ്മുടെ മസാല ഉണ്ട്.
താത്താൻ്റെ യൂട്യൂബിൽ